മെട്രോ 7 ന്യൂസ് ഇംപാക്ട് കരുവേലിപ്പടി ആശുപത്രിയിലെ കാടിനും നായശല്യത്തിനും പരിഹാരമാകുന്നു. മെട്രോ 7 നൽകിയ വാർത്തയ്ക്ക് പിന്നാലെ കൗൺസിലർ കവിത ഹരികുമാറിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്കും തെരുവ് നായ നിർമ്മാർജ്ജനത്തിനും തുടക്കം കുറിച്ചത്. ദുരവസ്ഥയ്ക്ക് അറുതിയാകുമ്പോഴും വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന പോസ്റ്റ്മോർട്ടം മുറി തുറന്നു നൽകണമെന്ന ആവശ്യവും ശക്തമാണ്. വർഷങ്ങളായി കൊച്ചി കരുവേലിപ്പടി താലൂക്ക് ആശുപത്രിയിൽ നിലനിന്നിരുന്ന ദുരവസ്ഥയ്ക്ക് മെട്രോ 7 വാർത്തയിലൂടെ പരിഹാരമാകുന്നു. ആശുപത്രി പരിസരത്തെ കാട് പിടിച്ച അവസ്ഥയും തെരുവ് നായ്ക്കളുടെയും ഇഴജന്തുക്കളുടെയും ശല്യവും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം മെട്രോ 7 ന്യൂസ് വാർത്ത നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അധികൃതർ ശുചീകരണ നടപടികളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഡിവിഷൻ കൗൺസിലർ കവിത ഹരികുമാറിന്റെ നേതൃത്വത്തിലാണ് ആശുപത്രി പരിസരത്തെ കാട് തെളിക്കലിനും ശുചീകരണത്തിനും തുടക്കം കുറിച്ചത്. വർഷങ്ങളായി വെട്ടിയിട്ട മരത്തടികളും കാടും JCB ഉപയോഗിച്ച് നീക്കം ചെയ്തു തുടങ്ങി. വരും ദിവസങ്ങളിലും ശുചീകരണം തുടരുമെന്നും കൗൺസിലർ അറിയിച്ചു. ഈ മെട്രോ 7 ന്യൂസ് ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് പെട്ടെന്ന് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പരാതിയും കാര്യങ്ങളും പറയുമ്പോൾ അതൊരു ന്യൂസായിട്ട് വന്ന് പെട്ടെന്ന് അതിനൊരു പരിഹാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ നായ്ക്കളെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാർ വന്നിരുന്നു. പക്ഷേ ഒരു 10-20 നായ്ക്കൾ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് അവർക്ക് ഒരെണ്ണത്തിന് പിടിച്ചുകൊണ്ട് പോകാനേ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഓടി രക്ഷപ്പെടുകയായിരുന്നു. അപ്പോൾ ശാശ്വത പരിഹാരം എന്ന നിലയിൽ നമ്മൾ ഈ നായ്ക്കളെ ഇവിടെ വന്നുകൊണ്ട് ഷട്ടറിലോട്ട് നമ്മൾ കൊണ്ടുപോകും. എന്തായാലും ഷട്ടറിൻ്റെ പണി ബ്രഹ്മപുരത്ത് നമുക്ക് ആരംഭിച്ചിട്ടുണ്ട്. അപ്പം എല്ലാ നായ്ക്കളെയും ഇവിടുന്ന് കൊണ്ടുപോയി നമ്മുടെ ഷട്ടറിലോട്ട് ആക്കും. അതുപോലെ തന്നെ കരുവേലിപ്പടി ആസ്പത്രിയുടെ എല്ലാ പ്രദേശങ്ങളും ഇങ്ങനെ കാട് പിടിച്ച് നായ്ക്കളുടെ ശല്യം, മലമ്പാമ്പുകളുടെ ശല്യം ഇതൊക്കെ വളരെ രൂക്ഷമാണ്. രോഗികൾക്ക് നമുക്ക് ഇങ്ങോട്ട് വരുന്നതിനോ അല്ലെങ്കിൽ ഇവിടെ പേവാർഡാണ് ഈ സൈഡിലുള്ളത്, അവിടെ കിടക്കുന്ന രോഗികളെ കാണുന്നതിന് സന്ദർശകർക്ക് വരാനോ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്യുന്നതിനുള്ള തുടക്കം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. തെരുവ് നായ്ക്കളുടെ ശല്യം ഒഴിവാക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നായ്ക്കളെ പിടികൂടാൻ നഗരസഭാ ജീവനക്കാർ എത്തിയെങ്കിലും ഭൂരിഭാഗം നായ്ക്കളും തോട്ടിലേക്ക് ചാടി രക്ഷപ്പെടുകയായിരുന്നു. നഗരസഭയുടെ പുതിയ ഡോഗ് ഷെൽട്ടറിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പ്രദേശത്തെ നായ്ക്കളെ പൂർണ്ണമായും അവിടേക്ക് മാറ്റുമെന്നും കൗൺസിലർ ഉറപ്പു നൽകി. ആശുപത്രി പരിസരത്തെ തക്യാവ് കൂട്ടായ്മയുടെ നിരന്തരമായ ഇടപെടലും ഈ നടപടികൾ വേഗത്തിലാക്കാൻ സഹായിച്ചതായി ഭാരവാഹികളായ ഇസ്മായിലും നസീറും പറഞ്ഞു. ഞങ്ങളുടെ കൊച്ചി തക്യാവ് കൂട്ടായ്മ എന്നുള്ള ഗ്രൂപ്പ് ഉണ്ട്. ഞങ്ങൾക്ക് 100-160 ഞങ്ങൾ നിരന്തരം ബഹുമാനപ്പെട്ട കൗൺസിലറോടും മറ്റുള്ള ജനപ്രതിനിധികളോടും ഉദ്യോഗസ്ഥരോടും നിരന്തരം ഈ ആശുപത്രി, കൊച്ചി കരുവേലിപ്പടി ആശുപത്രിയുടെ ശോചനാവസ്ഥയെക്കുറിച്ച് നിരന്തരം പറയാനുണ്ട്. അതിൻ്റെ ഫലമായി മറ്റുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരൊക്കെ കാണുകയുണ്ടായി. ബഹുമാനപ്പെട്ട കൗൺസിലർ ഇടപെട്ട് പുള്ളിയുടെ കീഴിലുള്ള പരമാവധി സമയവും സന്ദർഭവും ഇതൊക്കെ യൂസ് ചെയ്ത് ഈ ഇവിടുത്തെ പുതിയ MLA ചാർജ് എടുത്ത് കഴിയുമ്പോഴേക്കും ബഹുമാനപ്പെട്ട MLA ഇവിടെ കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ള പോരായ്മകളോട് എത്രയും പെട്ടെന്ന് ആശുപത്രിക്ക് പരിഹരിച്ച് തരാമെന്നാണ് കവിത മാഡം കൗൺസിലർ എന്നുള്ളവർക്ക് ഉറപ്പ് പറഞ്ഞേക്കുന്നത്. അതോടൊപ്പം 1999 പണിതീർത്തിട്ടും കഴിഞ്ഞ 27 വർഷമായി തുറന്നു നൽകാത്ത പോസ്റ്റ്മോർട്ടം മുറിയുടെ കാര്യത്തിലും അടിയന്തര നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഫ്രീസർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നശിക്കുന്നതിന് മുൻപ് ഇത് തുറന്നു കൊടുക്കണമെന്നാണ് തക്യാവ് കൂട്ടായ്മയുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റോയൽ കൊച്ചി 15 വർഷമായി പള്ളുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. എല്ലാ സർവീസുകൾക്കും 30 ഡേയ്സ് സർവീസ് വാറന്റി. സർവീസ് അടുത്തിരുന്ന് കാണാം. പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് തവണ വ്യവസ്ഥയിൽ പുതിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാം. ഡോർ ഡെലിവറി സംവിധാനമുണ്ട്. റോയൽ കൊച്ചി.